വയനാട് കേണിച്ചിറയെ ആശങ്കയിലാഴ്ത്തി വീണ്ടും കടുവ ഇറങ്ങി. ഇന്നലെ പശുവിനെ വേട്ടയാടിയ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിലാണ് വീണ്ടും കടുവ എത്തിയത്. ദൃശ്യങ്ങളാദ്യം. അവരിറങ്ങുന്നുണ്ടോ നോക്ക്. ചെയ്യാൻ പറ്റൂല. എം കമൽ ചേരുന്നുണ്ട്. കമൽ, കൃത്യമായി തന്നെ കടുവയെ കാണാൻ കഴിയുന്നു. അത് ചിത്രീകരിക്കുന്ന ആളുകൾ വലിയ ഭയപ്പാടോടുകൂടി അവരുടെ ശബ്ദം കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രദേശത്തെ അവസ്ഥ എന്താണ്? എപ്പോഴാണ് ഈ ദൃശ്യം അവർക്ക് കാണാൻ കഴിഞ്ഞത്? രജീഷ്, രാത്രി ഏതാണ്ട് 9 മണിയോടെയാണ് കടുവ വീണ്ടും എത്തിയത്. സന്ധ്യാസമയത്തും വന്നതായി പറയുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ രാത്രിയിലേതാണ്. ആ വീട്ടുകാർ തന്നെയാണ് ടെറസിൽ നിന്നോ മറ്റോ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. താഴെ വാഹനത്തിൽ കാവലുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പകർത്തിയ ദൃശ്യവും വരുന്നുണ്ട്. നല്ല മഴയായിരുന്നു. ആ സമയത്താണ് ഇന്ന് പുലർച്ചെ 2 പശുക്കളെ കൊന്ന അതേ തൊഴുത്തിലേക്ക് കടുവ എത്തിയത്. ഈ അവസാനം വന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കടുവയ്ക്ക് എന്തോ അവശതയുള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. ഈ തൊഴുത്തിനപ്പുറത്തൊരു ആട്ടിൻകൂടുണ്ടായിരുന്നു. ഇന്നലെയും ആ ആട്ടിൻകൂട് തകർക്കാൻ കടുവ ശ്രമിച്ചിരുന്നു. ഇന്ന് ഈ രാത്രി വന്നപ്പോൾ ആ ആട്ടിൻകൂടിന്റെ പുറത്തു പോയി കടുവ അടിച്ചു. ഈ കടുവയെ കണ്ട് ഭയന്ന് ആയിരിക്കണം എന്ന് കരുതുന്നു. ഒരു ആട് കൂട്ടിനകത്ത് ചത്തു വീണിട്ടുണ്ട്. പക്ഷെ കടുവ കൂട്ടിനകത്ത് കയറുകയോ ആടിനെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കടുവയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ ഭയം കൊണ്ട് ആട് ചത്തതാണെന്നാണ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് കാവലുണ്ട്. അവരും ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ കടുവ കൂട്ടിൽ കയറുക എന്നല്ലാതെ മറ്റൊരു രീതിയിൽ മയക്കുവെടിയോ അത്തരം കാര്യങ്ങളൊന്നും രാത്രി പ്രായോഗികമല്ല. ഈ 2 സ്ഥലത്ത് കൂട് വെച്ചിട്ടുണ്ട്. അതിനകത്തെങ്ങാൻ കടുവ അകപ്പെടുമോ എന്ന് മാത്രമേ രാവിലെ വരെ നമുക്ക് കരുതാനാകുള്ളൂ. അതല്ലെങ്കിൽ നാളെ നേരം വെളുത്തതിന് ശേഷം മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കണം. എന്തായാലും ഒരു ശാരീരിക അവശത ഉണ്ട്. എന്തായാലും ഈ ആവർത്തിച്ച് തൊഴുത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാട്ടിൽ വേട്ടയാടാൻ പറ്റാത്തത് കൊണ്ട് പൂർണ്ണമായും നാട്ടിലേക്ക് വരുന്ന ഒരു ബിഹേവിയറാണ് കാണുന്നത്. എന്തായാലും നാളെ ഇതിനെ പിടികൂടുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി എന്തായാലും അവിടെ കാവലുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴുത്തുകളിലൊക്കെ വെളിച്ചം ഇടണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. കമൽ, ഈ ദൃശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീതിയാണ്. കാരണം കടുവയെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ എത്രത്തോളം ഈ ജനവാസ മേഖലയിലെ ആളുകൾ എത്രത്തോളം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്? ഈ വനം വകുപ്പിൻ്റെ സംവിധാനങ്ങളൊക്കെ പര്യാപ്തമാണോ? കാരണം രാത്രിയിൽ എന്തായാലും കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല എങ്കിലും ഏത് സമയത്തും വരാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. കാരണം മാത്രമല്ല, നാളെ കുട്ടികളൊക്കെ തന്നെ എന്തായാലും സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ആശങ്കയുണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം കാര്യക്ഷമമായി തന്നെ നിരീക്ഷണം നടക്കുന്നുണ്ടോ? പ്രജീഷ്, പ്രദേശത്ത് രാത്രികാലത്ത് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടിയിലുണ്ട്. അതുപോലെ പോലീസും പട്രോളിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ പറഞ്ഞതുപോലെ ഭീതി നിലനിൽക്കുകയാണ്. പുലർച്ചെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇത് കേണിച്ചിറ ടൗണിനോട് വളരെ അടുത്താണ്. ഏതാണ്ട് 1/2 കിലോമീറ്റർ ആയാൽ കേണിച്ചിറ ടൗൺ ആയി. മെയിൻ റോഡിൽ നിന്നൊന്നും അധികം ദൂരെയല്ല നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒന്നും തന്നെ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമുണ്ട്. 3 വാർഡുകളിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാനൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷ ചോദിച്ചതുപോലെ തന്നെ ആളുകളുടെ ഭീതി അകറ്റാൻ ഇതൊന്നും പര്യാപ്തമല്ല. കാരണം ഇത്രയും വ്യക്തമായി ദൃശ്യങ്ങൾ കാണുന്നു. തൊഴുത്തിലും മുറ്റത്തുമൊക്കെ കടുവ നടക്കുന്നത് കാണുമ്പോഴൊക്കെ ആളുകൾ ഭയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പക്ഷേ ഈ കാര്യത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഈ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ SOP ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. രാത്രി മയക്കുവെടി വെക്കാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും രാത്രി മയക്കുവെടി വെക്കാൻ അനുമതിയില്ല. ഈ കൂട് 2 സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കയറുകയാണെങ്കിൽ കടുവ കുടുങ്ങും എന്നത് മാത്രമേ ഇപ്പോൾ രാത്രി പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. മറ്റ് കാവലുണ്ട്. ഈ പറയുന്ന വീട്ടിൽ വാഹനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുറ്റത്ത് ഉണ്ട്. അവരാണ് അവസാനം വന്ന ചില ദൃശ്യങ്ങളൊക്കെ ആ കാറിൽ നിന്ന് പകർത്തിയതാണ്. അത്തരത്തിൽ കാവലുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ ഭീതി, നമുക്ക് ആ വീട്ടമ്മ നിലവിളിക്കുന്നത് കേൾക്കാം. ആട് വീണു എന്നൊക്കെ നിലവിളിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കേൾക്കാം. എന്തായാലും ഭീതിയുള്ള ഒരു അന്തരീക്ഷമാണ്. ഇന്നലെയും അവർ നേരിട്ട് കണ്ടതാണ് ഈ പശുവിനെ ആക്രമിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടുത്തെ ആളുകൾ, കേണിച്ചിറയിലെ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. കാരണം വനം വകുപ്പൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്.